നമസ്കാരം. മുല്ലപ്പെരിയാറിനെ കുറിച്ചോർത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞത് ഒരു മന്ത്രിയാണ്. മുൻ മന്ത്രി പി ജെ ജോസഫിന്റെ പ്രസ്താവന ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം അന്ന് കണ്ടതാണ്. പക്ഷെ ഇന്ന് മുല്ലപ്പെരിയാർ ഡാം കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലുമായി ജീവിക്കുന്നവർ 2018ലെയും 2019ലെയും പ്രളയവും പിന്നീട് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹമാണ് ഇടുക്കിയിൽ ഇവിടെ ജീവിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചപ്പാത്തിലെ സമരപ്പന്തലിലാണ്. മുല്ലപ്പെരിയാർ, ചരിത്രമുറങ്ങുന്ന മുല്ലപ്പെരിയാർ സമരപ്പന്തലിൽ 2011ൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് സാക്ഷിയായ ചപ്പാത്തിലെ ഈ വേദി, സമരവേദി വീണ്ടും ചപ്പാത്ത് സമരവേദി വീണ്ടും സമരത്തിന് വേദിയാവുകയാണ്. അതായത് മുല്ലപ്പെരിയാർ വീണ്ടും ഒരു ജലബോംബായി തലയ്ക്കുമീതെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്, ആശങ്കയിലാണ്. സമരസമിതി വീണ്ടും പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറാകുന്നു. മുല്ലപ്പെരിയാർ ഡാം തന്നെ ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവുമായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു ചർച്ചയിലൂടെ, സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് നിർദ്ദേശവും നൽകി. പക്ഷെ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴും ആശങ്കയിൽ തന്നെ ജീവിക്കുന്ന ഒരു ജനത. മുല്ലപ്പെരിയാർ സമരത്തിന് തുടക്കം മുതൽ തന്നെ നേതൃത്വം നൽകിയ ഫാദർ ജോയ് നിരപ്പേലും സമരസമിതി അംഗങ്ങളും ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ഈ ഒരു മണിക്കൂർ തത്സമയം ചേരുന്നുണ്ട്. ഫാദർ, കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരം ചെയ്യുന്ന ഒരു സമൂഹം, അതിന് നേതൃത്വം നൽകുന്ന ഒരു വൈദികന താങ്കൾ. വലിയ പ്രശ്നങ്ങൾ, താങ്കൾക്കെതിരെ വലിയ വ്യാജ പ്രചരണങ്ങളുണ്ടായി, സമരസമിതിയെ പൊളിക്കാനുള്ള നീക്കങ്ങളുണ്ടായി. വീണ്ടും ഈ സമരസമിതി ഇപ്പോൾ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട്. അന്നത്തെ, അതായത് 2011 സമാനമായിട്ടുള്ള ഒരു വികാരം ഈ മുല്ലപ്പെരിയാറിനെതിരെ ഇപ്പോൾ ഈ നാട്ടിലുണ്ടോ? അതിൽ കൂടുതൽ വികാരമാണുള്ളത്. 2006 തൊട്ടായി സമരം തുടങ്ങുന്നത്. 2006 ഫെബ്രുവരി 27 സുപ്രീം കോടതി ഈ ഡാമിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും 142 അടിയായിട്ട് ഉയർത്താമെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങൾ ഉപ്പുതറ കരോ പ്ലാസയില് മാർച്ച് 3 കൂടി മുല്ലപ്പെരിയാർ സമരസമിതിക്ക് രൂപം കൊടുത്ത് എന്നെ ചെയർമാനാക്കിയിട്ട് ഞങ്ങള് ശക്തമായ, ധീരമായ സമരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. അന്ന് വളരെ ഭീതിയിലായിരുന്നു. ഇന്ന് അതിലും വലിയ ഭീതിയിലാണ്. കാരണം ഇന്ന് നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം, അതുപോലെ തന്നെ മേഘ വിസ്ഫോടനം. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വയനാട്ടിൽ നടന്ന ആ വലിയ വൻ ദുരന്തം, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, കുട്ടിക്കല്, അതുപോലെ എറണാകുളമൊക്കെ നടന്ന മേഘ വിസ്ഫോടനം. അപ്പോൾ അതുകൊണ്ട് ജനം ഇന്ന് കൂടുതൽ ഭീതിയിലാണ്, വേദനയിലാണ്. അതുകൊണ്ട് സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. പണ്ട് ജനഭീതിയിലായിരുന്നു. കാരണം ഇത് ബലഹീനമായ ഡാം എന്ന് നമുക്ക് കൃത്യം അറിയാൻ. കാരണം ഒന്ന്, എന്തിനൊരു കാലപ്പഴക്കമുണ്ട്, ഒരു ആയുസ്സുണ്ട്. ഇതിന്റെ ആയുസ് കഴിഞ്ഞു. മനുഷ്യനുണ്ട്, മനുഷ്യനിർമ്മിതമായ ഇതിന്റെ ആയുസ് കഴിഞ്ഞു. അതുപോലെ തന്നെ 1970കളില് ഈ ഡാം ശക്തമായി ചോർച്ച, വീക്കാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങള് ശക്തമായിട്ട് സംഘടിപ്പിച്ച് കേരളത്തില് ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചതിന്റെ ഫലമായിട്ട് കേരള ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ച് കേന്ദ്രത്തിൽ ഇടപെട്ട് കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാനും വിദഗ്ധ സമിതി ഇവിടെ വന്ന് പരിശോധിച്ച് ഇത് വീക്ക് ഡാമാണ് എന്ന് കണ്ടുകൊണ്ടാണ് 136 അടിയായിട്ട് താഴ്ത്തിയത്. അപ്പോൾ സുപ്രീം കോടതി വീണ്ടും 140 അടിയായി ജനങ്ങള് കൂടുതൽ ഭീതിയിലായി. അപ്പോഴാണ് സമരം ശക്തമായിട്ട് മുന്നോട്ട് വന്നത്. 2011 ആയപ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായി. ഇപ്പോൾ അതിലും കൂടുതൽ ഭീതിയിലാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഒക്കെ കാരണം. അപ്പോൾ ഫാദർ തന്നെ പറഞ്ഞു, ഇനി സമരം കൂടുതൽ തീവ്രമാകും, ശക്തമാകുമെന്ന്. ഏത് രീതിയിലുള്ള ഒരു സമര പരിപാടിയായിരിക്കും? 2011 അന്ന് വലിയ മനുഷ്യച്ചങ്ങല, അതായത് കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യച്ചങ്ങലകൾ ഒന്ന് സാക്ഷ്യം വഹിച്ചൊരു നാടാണിത്. അതുപോലൊരു പ്രത്യക്ഷ സമരത്തിലേക്കായിരിക്കുമോ മുല്ലപ്പെരിയാർ സമരസമിതി നീങ്ങുക? നമ്മള് കൂടുതൽ ഈ അടുത്ത കാലത്ത് നടക്കാനുള്ള സമര പരിപാടികളെ കുറിച്ച് ഇന്ന്
മുല്ലപ്പെരിയാർ കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു. ഒന്നാമത് തിരുവോണത്തിന്റെ അന്ന് കൂട്ട ഉപവാസ ഉപ്പുനിറയെ നടത്തുക. 2, ഈ ഡാം കമ്മീഷൻ ചെയ്തത് 1895 ഒക്ടോബർ 10-ാം തീയതിയാണ്. ഒക്ടോബർ 10-ാം തീയതി മിഷൻ 129 എന്ന പേരിൽ ഒരു ജനകീയ പരിപാടി കേരളത്തിലെ 129 സ്ഥലങ്ങൾ നടത്തുവാൻ, അങ്ങനെ മനസാക്ഷി ഉണർത്തുക, അതാണ് അതിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ഗവർണർ, അതുപോലെ ജലവകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് മെമ്മോറാണ്ടം കൊടുക്കുക, നേരിട്ട് കണ്ട് ഈ നിജസ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുക. അതുപോലെ അവർ ഇടപെട്ട്, ഇപ്പോൾ നമുക്കറിയാം സ്റ്റാലിനും മുഖ്യമന്ത്രിയൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, അതുപോലെ കോൺഗ്രസുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. അതുകൊണ്ട് അവരൊക്കെ ഇടപെട്ടാൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഇടപെട്ടാൽ തീർച്ചയായിട്ടും സത്യം അവർക്ക് മനസ്സിലാകും. കാരണം നമ്മളൊരിക്കലും അവർക്ക് ഇതില്ല. നമ്മുടെ മുദ്രാവാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ, തമിഴ്നാടിന്റെ ജലം, കേരളത്തിന് സുരക്ഷ. ഈ ഞങ്ങളുടെ മുദ്രാവാക്യം കേരളം മുഴുവൻ ഏറ്റെടുത്തത് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പരിഹാരം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ ലഭിച്ചിരിക്കുന്നു. അവരെ കണ്ട് നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കുക. അവിടെ സാധിക്കുമെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുക. നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തില് പുതിയ നിയമം 2022 പാർലമെന്റ് പാസാക്കി. ഡാം സുരക്ഷാ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ നിയമം, അതനുസരിച്ച് ഡാമുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പവർ, അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെല്ലാം അവരാണ്. അതുകൊണ്ട് അവിടെ സാഹചര്യം ചെലുത്തി അവരെ കൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. ഒരു ഫെഡറൽ സംവിധാനത്തിൽ 2 സംസ്ഥാന പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമം അവരുണ്ടാക്കി കഴിഞ്ഞു. പണ്ട് 22 ഉണ്ടാക്കിയതാ. അപ്പൊ അതുകൊണ്ട് അവര് സാഹചര്യം ചെലുത്തിയിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാല് അവരതിന് മാറ്റം വഹിക്കേണ്ടത്. പക്ഷെ ഒരു സമവായത്തിന് സാധ്യതയുണ്ട്. കാരണം ഒരു വിചിത്ര കരാറാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡാം വന്നു കഴിഞ്ഞാൽ ഈ കരാർ ഇല്ലാതാകും. അത് തമിഴ്നാടിനെ സംബന്ധിച്ച് അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമവായ ചർച്ചയിലേക്ക് നീങ്ങിയാൽ ഈ തമിഴ്നാട് ഗവൺമെന്റ് അത്തരമൊരു നീക്കം, ഈ ഒരു പുതിയ ഡാം എന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ഇപ്പോഴും അവർ നിഷേധിക്കാനുള്ള കാരണം ഈ കരാറാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഒരു സമവായ സാധ്യത നിങ്ങൾ കാണുന്നത്? അത്ര എളുപ്പമല്ല ഇത്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രത്യേകമായൊരു മനോഭാവ, ഒരു വൈകാരികമായിട്ടെല്ലാം എടുക്കുന്നവർ തമിഴ്നാട്ടിലെ ജനങ്ങൾ വികാര ജീവികളാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാലിന് തീരുമാനമെടുത്താൽ അടുത്ത പ്രാവശ്യം DMKക്ക് ഒരു MLA പോലും കാണാൻ സാധ്യതയുണ്ടാകില്ല. മറിച്ച് പക്ഷേ അവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അവർ ജനങ്ങളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി, ഒരിക്കലും കേരളം എതിരല്ല, നമുക്ക് ജലം തരാൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാ പുതിയ ഡാം നിർമ്മിക്കുന്നത്. കരാറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കരാറൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ എപ്പോഴും തയ്യാറാണ്. കാരണം നമ്മുടെ പ്രധാന ലക്ഷ്യം അവർക്ക് വെള്ളം, നമ്മുടെ സുരക്ഷ, ജീവന പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ ഒറ്റ നോട്ടത്തിൽ അത്ര എളുപ്പമല്ല. കാരണം അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകമായ മനോഭാവങ്ങൾ. എന്നാൽ ഈ സാഹചര്യം നമ്മൾ ശരിക്ക് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി അതുപോലെ ഇവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയാൽ ഇതിന് പരിഹാരം വിദൂരഭാവിയിൽ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ഫാദർ തുടരുക. കാരണം നിരവധി തിരക്കുകളുണ്ട്. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ, കട്ടപ്പന ഉൾപ്പെടെയുള്ള, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം, സമരപരിപാടികൾ, ഉപവാസ സമരം, പ്രാർത്ഥനായജ്ഞം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ചപ്പാത്തിൽ ഈ സമരവേദിയിൽ ഇന്ന് രാവിലെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ചപ്പാത്തെ സ്നേഹ കൂട്ടായ്മയാണ്. ഫാദർ സുരേഷ് ആന്റണിയുടെ നേതൃത്വത്തിലാണ്. നിങ്ങളിലേക്ക് എത്താം. അതിനു മുൻപ് ഈ സമരസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഷാജി പി ജോസഫ് ചേരുന്നുണ്ട്. അല്പസമയം മുൻപായിരുന്നു മുല്ലപ്പെരിയാർ സമരസമിതിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നേരത്തെ ജോയി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തുടർന്നുള്ള തിരുവോണ ദിവസവും അതോടൊപ്പം ഒക്ടോബർ 10-ാം തീയതിയും കേരളത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവർ നീങ്ങുന്നു. അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തന്നെ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൽ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന്. കാരണം പലതവണയായി നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയം ഉന്നയിച്ചിട്ടും ഡാമിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് പോലും സംസ്ഥാന സർക്കാർ പറയുന്നില്ല. ഒരു മന്ത്രിമാർ പോലും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇടുക്കിയുടെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ പോലും ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് പറയുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം വേണം, പക്ഷേ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു അതിവേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് എന്തുകൊണ്ടാണ് സർക്കാർ കടക്കാത്തത്? ഞാനത് സൂചിപ്പിച്ചല്ലോ നിങ്ങളോട്.
2014 സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധി പരാമർശത്തിന്റെ അവസാന ക്ലോസിൽ കൃത്യമായ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്. ആ അമിക്കബിൾ സെറ്റിൽമെന്റിന് പറ്റുന്നൊരു ഫോറം ഇത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ലായിരിക്കാം. അതിന് പറ്റുന്നൊരു ഫോറം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. കാരണം കേന്ദ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണ് എങ്കിൽ പോലും പ്രതിപക്ഷ കക്ഷികളുടെ സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ തമിഴ്നാട് ഭരിക്കുന്ന DMKയും ഉണ്ട്, കേരളം ഭരിക്കുന്ന CPM അടക്കമുള്ള ഇടതു മുന്നണികളുണ്ട്. ഒപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു തീരുമാനം കേരളവും തമിഴ്നാടും തമ്മിൽ എടുക്കുന്നതിന് സുതാര്യമായ ഒരു കൊച്ചുപാലം വിട്ട തീരാത്ത കാര്യമുള്ളൂ. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. പിന്നെ കോടതി പരാമർശത്തിൽ പറഞ്ഞ ആ 14 വിധിയിൽ പറഞ്ഞ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്, ആ സെറ്റിൽമെന്റിനും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഡാം തകർന്നുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം വയനാട്ടിലുണ്ടായ ദുരന്തം ജനങ്ങളെ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തി. ആ ഭയപ്പാടാണ് ശരിക്കും മുല്ലപ്പെരിയാറിന്റെ വലിയൊരു ക്യാമ്പയിനിലേക്ക് കേരളം മാറിയത്. എന്നാൽ അനാവശ്യമായ ചില ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിനുകളൊന്നും മുല്ലപ്പെരിയാർ സമരസമിതി യോജിക്കുന്നില്ല. സമരസമിതി അന്ന് പറഞ്ഞ അതേ മുദ്രാവാക്യം ഇപ്പോഴും ആവർത്തിക്കുന്നു. കേരളത്തിന്റെ സുരക്ഷ, തമിഴ്നാടിന്റെ ജലം. അതായത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഒരു പ്രക്ഷോഭം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സമാന്തരമായി തമിഴ്നാട്ടിൽ ഇതിനേക്കാളും വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകാം. അത് വൈകാരികമായ രീതിയിൽ അവിടുത്തെ മലയാളികളടക്കം ബാധിക്കാം. അതുകൊണ്ടാണോ നിങ്ങൾ ഈ തമിഴ്നാടിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയാണോ മുല്ലപ്പെരിയാർ സമരസമിതി ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാത്തത്? തീർച്ചയായും നിങ്ങൾ ചോദിച്ച വാക്കിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. കാരണം കേരളത്തിന്റെ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയും ഈ വെള്ളം ഒഴുകി പോകുന്ന ശിവഗംഗ വരെയുള്ള സ്ഥലത്ത് അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ തമിഴ് വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്. അവിടെ അവർ തമ്മിലുള്ള വലിയൊരു സൌഹൃദമുണ്ട്. ഇനി ആ സൌഹൃദത്തിനകത്ത് ഒരു കരട് എടുത്തിടാൻ സമരസമിതി ഒരു കാരണവശാലും ആരെ അനുവദിക്കത്തില്ല. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ തമിഴ്നാടിനെതിരായി ഒരു സമരവും ചെയ്തിട്ടില്ല. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവർക്ക് വെള്ളം കൊടുക്കണം. അപ്പൊ ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കപ്പെടുവാൻ പറ്റുന്ന ഒരു ഫോറം. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. സുപ്രീം കോടതി വിധിയിൽ സമരസമിതിയുടെ മുൻ ചെയർമാൻ കൊണ്ട് കൊടുത്ത അടിക്കൂടെ തുരങ്കമുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ റസൽ ചോദിതേണ്ട കക്കി വഴി അങ്ങോട്ട് വെള്ളം തിരിച്ചുവിടാം. പരിഹാരം ഏതെങ്കിലും മാർഗത്തിൽ തെളിയിക്കട്ടെ. അത് പറയേണ്ട എക്സ്പേർട്ടുകളും സയന്റിസ്റ്റുകളാണ്. ഞങ്ങൾ സയന്റിസ്റ്റുകളും എക്സ്പേർട്ടുകളുമല്ല. ഞങ്ങൾ ഈ ദുരന്തമുഖത്ത് ഭയാശങ്കയിൽ കഴിയുന്നവരാണ്. അപ്പോൾ ഈ രണ്ട് ജനങ്ങളെ തമ്മിൽ മാനസികമായി അവരുടെ വിഷമം കൂട്ടുകയും വിഷമം കുറയ്ക്കുകയും പ്രഷർ ഇറക്കുകയും പ്രഷർ കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാറണം. ഇവർ തമ്മിലുള്ള ആ ഒരു കാലങ്ങളായി നിൽക്കുന്ന കാമരാജന്റെ കാലം മുതൽ നിൽക്കുന്ന ആ ഒരു സൌഹൃദം തുടരണമെന്നുള്ളതാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ആഗ്രഹം. താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ